ഉടുമ്പൻചോല താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കാലത്തിൽ വരുന്ന 84 ലൈബ്രറികളുടെ ഭാരവാഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാറിൻ്റെ അധ്യക്ഷനും ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റുമായ ശ്രീ പ്രദീപ്, ലൈബ്രറിയുടെ കൗൺസിലിൻ്റെ സെക്രട്ടറി ടി പി ജോസഫ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ മിനി പ്രിൻസ്, ഇവിടെ എത്തിച്ചേർന്നുള്ള മാധ്യമ പ്രവർത്തകനും കവിയുമായ ഇവിടെ ഒരു അവതരിപ്പിക്കുന്നുണ്ട്. കെ ടി രാജീവ് യുദ്ധഭൂമി എന്ന വിഷയത്തെക്കുറിച്ച് ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനെത്തിച്ചേർന്നുള്ള കെ ടി രാജീവ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നുള്ള ലൈബ്രറി കൗൺസിലിൻ്റെ മെമ്പർമാർ, അതുപോലെ 84 ലൈബ്രറി കൗൺസിലിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നുള്ള അതിൻ്റെ ഭാരവാഹികളിൽ മറ്റ് ഇവിടെ എത്തിച്ചേർന്നുള്ള സുഹൃത്തുക്കൾ, തീർച്ചയായും നമ്മുടെ കേരളത്തിൽ ലൈബ്രറികളുടെ പ്രവർത്തനം ഒരു കുറേ കാലമായി വേണ്ട നിലയിൽ നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തുവാൻ കേരളത്തിലാകെ ലൈബ്രറിക്ക് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടക്കാലത്ത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാ പ്രദേശത്തുള്ള ലൈബ്രറികളെല്ലാം എല്ലാവരും വൈകുന്നേരങ്ങളിൽ പോയി ലൈബ്രറിയിൽ പോവുകയും ഓരോ പുസ്തകങ്ങളെടുത്ത് വായനാശീലം നല്ല രീതിയിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മൊബൈലിൻ്റെയൊക്കെ വരവോടുകൂടി, ഫേസ്ബുക്കിൻ്റെയൊക്കെ വരവോടുകൂടി അതെല്ലാം മാറിപ്പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ വായനാശീലം കുറയുകയും അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലായി നമ്മളിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പം പുതിയ തലമുറ വായനാശീലം തീർത്തുമില്ലാത്ത സാഹചര്യം. അപ്പം അവരെല്ലാം വേറെ രംഗത്താണ് മൊബൈൽ വഴി ഓരോ രീതിയിൽ ഓരോ ആപ്പുകളൊക്കെ എടുത്ത് അങ്ങനെ മൊബൈൽ വഴി സോഷ്യൽ മീഡിയ വഴി അത് തെറ്റും ശരിയുമായ കാര്യങ്ങളും കുട്ടികളൊക്കെ അടക്കം മറ്റ് കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന വഴി പിഴച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പം ഇതുപോലുള്ള ഉടുമ്പൻചോല ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്കടക്കം അവാർഡുകൾ നൽകിക്കൊണ്ട് വിവിധ തരത്തിലുള്ള അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ പുതിയ തലമുറ വഴിപൊഴിച്ചു പോകുന്ന ഒരു സാഹചര്യം, വേണ്ടത്ര രീതിയിൽ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യം. അപ്പം നമുക്ക് മറ്റ് ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കൊണ്ട് എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ കഴിയുന്ന ലൈബ്രറികളുടെ പ്രവർത്തനം. ഏത് സംസ്കാരിക രംഗത്തും എല്ലാ മേഖലകളിലും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിനും വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനും കലാപരമായ കഴിവുകൾ വർദ്ധിപ്പിച്ചെടുക്കുന്നതിനും എല്ലാം ജാതിമത വ്യത്യാസമോ ഒരു വ്യത്യാസവും ഇല്ലാതെ നടപ്പിലാക്കാൻ കഴിയുന്നത് ഏക സ്ഥാപനമാണ് ലൈബ്രറികൾ. നമുക്കറിയാം, ഓണാഘോഷങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലാകെ നടത്തുമ്പോൾ എല്ലാവരും ഓണാഘോഷങ്ങൾ നടത്തും. പല വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ അതിൻ്റെ ഓരോ സംഘടനയുടെ ഇപ്പം ജാതിമത സംഘടനകളുടെ ആണെങ്കിൽ ഓരോ സംഘടനകൾ നടത്തുമ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ പൊതുവായി ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ലൈബ്രറിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കേരളത്തിൽ വലിയ സംഭാവനയാണ് ഗ്രന്ഥശാലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാർ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ ഗ്രാൻഡുകൾ ഇപ്പം ഏതാണ്ട് 84,000-ഓളം ഗ്രന്ഥശാലകളാണ് കേരളത്തിലാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം വലിയ തരത്തിലുള്ള ഗ്രാൻഡുകൾ, കുട്ടികൾക്ക് പ്രത്യേകം പരിപാടി സംഘടിപ്പിച്ചിട്ട് വായന മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുചർച്ചകൾ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് മുതിർന്ന ആളുകളെ കൊണ്ട് ചർച്ചകൾ സംഘടിപ്പിച്ച് അങ്ങനെ ആ ചർച്ചകൾ സംഘടിപ്പിച്ച് ആ ചർച്ചയിൽ പങ്കെടുത്ത് വിജയിക്കുന്നവരും ഏറ്റവും നല്ല ചർച്ച സംഘടിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം വന്ന് വീണ്ടും വീണ്ടും ചർച്ചകളിലോട്ട് പോകാനും വായനകൾ വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയെല്ലാം വലിയ തരത്തിൽ ഉള്ള ഇടപെടൽ നടത്തുന്നതിനും കുട്ടികളെല്ലാം നല്ല രീതിയിലുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനുമെല്ലാം വലിയ തരത്തിലുള്ള ഇടപെടൽ ഗ്രന്ഥശാലകൾ നടത്തുന്നു.
അങ്ങനെ ഗ്രന്ഥശാലകൾ നടത്തുമ്പോൾ അതിന് വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ ഇപ്പം വേണ്ടത്ര തരത്തിൽ ഇപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ നമ്മുടെ വായനശാലകളൊക്കെ പലതും പേരിന് മാത്രമാണ് തുറന്നു പേരിന് മാത്രം തുറന്നു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു, പുസ്തകങ്ങൾ എടുക്കുന്നില്ല. ഇപ്പം നമുക്കിവിടെ അറിയാവുന്ന ഇപ്പം ഞാൻ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് നോക്കുമ്പോൾ ഞാനിപ്പം ഇവിടെ എറണാകുളം പഞ്ചായത്തിലെ 12ാം വാർഡിൽ നിന്നാണ് മത്സരിച്ചത്. അപ്പം അവിടുത്തെ ഒരു വായനശാലയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരമായി പുസ്തകം എടുക്കുന്നുണ്ട്. സ്ഥിരമായി പുസ്തകം എടുക്കുകയും അത് വായിക്കുകയും ഒരു പുസ്തകം വായിച്ചതിന് ശേഷം മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്ന സ്ഥിതി അവിടെയുണ്ട്. അവിടെ അതുപോലുള്ള ചുരുക്കമാണ്. മറ്റ് ഗ്രന്ഥശാലകളുടെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്ന് തുറക്കുന്നു, അങ്ങനെ സ്ഥിതി. അതിനെല്ലാം വലിയ രീതിയിലുള്ള മാറ്റം വരുത്തണം. അങ്ങനെ മാറ്റം വരുത്തണം. ഇതുപോലുള്ള സെമിനാറുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ആ വായനാശീലം നമ്മളിൽ ഇനിയും അത് ഉണർത്തിക്കൊണ്ട് വന്ന് വായനാശീലമുള്ളവരായി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തും. അപ്പം പല രീതിയിൽ മാനസികമായ വിഷയങ്ങൾ ഓരോ ആളുകൾക്കെല്ലാം മാനസികമായ ടെൻഷൻ വിഷയങ്ങളുണ്ട്. ഇതിനെല്ലാം പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുസ്തകങ്ങൾ വായിക്കാം. ഗ്രന്ഥശാലകൾ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾക്ക് സ്ഥിരമായി വായിച്ചുകൊണ്ട് അപ്പം നമ്മൾ ഒരു വായനാശീലം തുടങ്ങുമെന്ന് തീരുമാനിച്ചാൽ നല്ല പുസ്തകം എടുത്ത് വായിച്ചാൽ ഒരു ദിവസം വായിച്ചു കഴിഞ്ഞ് നിർത്തുമ്പോൾ വീണ്ടും അതിനെ അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടെങ്കിൽ നമുക്കത് വീണ്ടും വീണ്ടും വായിക്കാൻ പറ്റും. അങ്ങനെ വായനാശീലം വളർത്തിയെടുക്കണം. അങ്ങനെ വായനാശീലം മുതിർന്നവരിലും കുട്ടികളിലും ഇനി അങ്ങോട്ട് വളർത്തിയെടുത്തുകൊണ്ട് അവർക്ക് ഒട്ടനവധിയായ കാര്യങ്ങൾ അതിലൂടെ പകർന്നെടുക്കാനും മറ്റു വഴി വെച്ച് പോകുന്ന സാഹചര്യം കൊണ്ട് മാറിപ്പോകാതെ ഇപ്പം ലഹരിക്കടിമപ്പെട്ടും ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ നിരവധിയായ കുട്ടികളുണ്ട്. ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ വൈകുന്നേരം അവരുടെ വിനോദം എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്, കായികപരമായ വിനോദങ്ങളിലോട്ട് കുട്ടികളെ ചെന്നെത്തിക്കണം. അത് ഗ്രന്ഥശാലകൾക്ക് അവിടെ കളിക്കളങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കുന്ന സ്ഥിതി. ഇപ്പം നമുക്കറിയാം വൈകുന്നേരമായ കുട്ടികളൊക്കെ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് ചീറിപ്പാഞ്ഞ് പോകുന്ന സ്ഥിതി. കുട്ടികൾ ഒരു കൂട്ടമായി കൂടുന്നു, അത് സ്ഥിരമായി ഒരു കൂട്ടമായി കൂടുന്നു, അവിടെ പല സംഭവങ്ങളും നടക്കുന്നു. അങ്ങനെ പല കേസുകളിലും ചെന്ന് മയക്കുമരുന്നിൻ്റെ ഭാഗമായി നിരവധി കുട്ടികൾ നമ്മളെല്ലാം കുട്ടികളെ വളർത്തുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുട്ടികളെയൊക്കെ വളർത്തുന്നത്. അവരിൽ വലിയ പ്രതീക്ഷ വെക്കുന്നു, അവർക്ക് നല്ല കുട്ടികളായി മാറുന്നു. ഇങ്ങനെയുള്ള ചില ചേരികളിൽ ചെന്ന് വിടുമ്പോൾ അവിടെ വന്ന് അതിൻ്റെ ഭാഗമായി മെല്ലെ മെല്ലെ അവരും വഴിവെച്ച് പോവുകയും നമ്മുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പരിപാടി മാതൃകാപരമായി നല്ല രീതിയിലുള്ള പരിപാടികൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ വായനശാലകളിലെല്ലാം മറ്റ് നേതൃത്വത്തിലെല്ലാം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് അവരെ മറ്റു സ്ഥലങ്ങളിലും ആ കുട്ടികൾ വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ അപ്പം നിരവധിയായ കളിക്കളങ്ങളടക്കം ഓരോ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ അവരെ കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കുന്ന തരത്തിലോട്ട് നമ്മൾ കളിക്കളങ്ങളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കുട്ടികളെ വഴിവെച്ച് പോകാത്ത ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ വീണ്ടും വീണ്ടും സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും ഇപ്പം യാതൊരു വേർതിരിവില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി. താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പം ആളിൻ്റെ എണ്ണത്തിൽ ഇച്ചിരി കുറവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഇപ്പം ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെല്ലാവരും ശ്രമിച്ചാൽ ഇപ്പം നമ്മുടെ വീടുകളിലുള്ള കുട്ടികളെ അടക്കം ഇവിടെ കൊണ്ടുവരണം. ഇവിടെ ഓരോ പ്രഭാഷണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതെല്ലാം മറ്റു അറിവുകൾ കുട്ടികൾക്ക് പറഞ്ഞു തരും. ഇതെല്ലാം നമുക്ക് എല്ലാവരും മുതൽക്കൂട്ടായി മാറും. ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഗ്രന്ഥശാലകളുടെ എല്ലാ പ്രവർത്തനം നമ്മുടെ ഓരോ മേഖലകളിലും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാരവാഹികൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ലൈബ്രറിയിലും എത്തിയിട്ടില്ലെങ്കിലും എത്തിച്ചേർന്നുള്ള ലൈബ്രറികളുടെ എല്ലാം അതിൻ്റെ ഭാരവാഹികൾ അങ്ങനെ അവിടെയെല്ലാം ഓരോ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് എല്ലാ രീതിയിലും നമ്മുടെ പ്രദേശത്തുള്ള ഇപ്പോൾ 84 ലൈബ്രറികൾ ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഈ കർണാടകം ഗ്രാമപഞ്ചായത്തുള്ള ലൈബ്രറിക്ക് കർണാടകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്